ഭേദഗതി നിയമമാണല്ലോ CAA. അപ്പോൾ നിലവിലൊരു പൗരത്വ നിയമം ഉണ്ടാകണം. അത് ഭേദഗതി ചെയ്തിട്ടാണ് 2019 ഈ CAA കൊണ്ടുവന്നത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി എന്നാണ് അർത്ഥം. അപ്പോൾ നിലവിലെ ഒരു നിയമം ഉണ്ടായിരുന്നു, പൗരത്വ നിയമം. ആ പൗരത്വ നിയമത്തിൽ ചെറിയ ഭേദഗതി കൊണ്ടുവന്നു, അതാണ് CAA. അപ്പോൾ ആ ഭേദഗതി എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഒരു പൗരന് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ 4-5 മാർഗങ്ങളിലൂടെയാണ് ലഭിക്കുക. ഒന്ന് ബൈ ബർത്ത് എന്ന് പറയും. ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ജനനം കൊണ്ട്. ഇന്ത്യയിൽ ജനിച്ച ഒരാൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൗരനായി മാറും. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ബൈ ഡിസെൻറ്റ് എന്ന് പറയും. ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം കൊണ്ട്. അച്ഛനും അമ്മയും ഈ ഭാരതീയരാണെങ്കിൽ നമുക്ക് ഇവിടെ പൗരത്വം കിട്ടും. പിന്നെ ബൈ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അതുവഴി ഒരു നിശ്ചിത കാലാവധിയുണ്ട്, കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ച് അവർ അർഹരാണെന്ന് നമ്മളെ ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ. ബൈ രജിസ്ട്രേഷൻ. ബൈ നാച്ചുറലൈസേഷൻ ആണ് മറ്റൊരു കാര്യം. നാച്ചുറലൈസേഷൻ പറഞ്ഞാൽ അപ്പോൾ സിക്കിം ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, പിന്നീട് അവർ ഇന്ത്യയോട് ലയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു പ്രദേശം ഇന്ത്യയോട് ലയിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഇന്ത്യൻ പൗരന്മാരായി മാറും. അങ്ങനെ നാച്ചുറലൈസേഷൻ, അങ്ങനെ 3-4-5 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ CAA ബന്ധപ്പെടുന്നത് രജിസ്ട്രേഷൻ വഴിയാണ്. മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ നിലവിൽ ഈ രാജ്യത്ത് 11 വർഷം താമസിക്കണം, എന്നിട്ട് അപേക്ഷിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം 1947 ഇന്ത്യ വിഭജിച്ചു. നെഹ്റുവും പട്ടേലും ഗാന്ധിജിയെ പോലുള്ള ഇവർ സോക്കോൾഡ് മതേതരത്വവാദികൾ, തികഞ്ഞ മതേതരവാദികളെന്ന് ഇന്ന് നമ്മൾ പറയപ്പെടുന്ന നേതാക്കന്മാർ നയിച്ചിരുന്ന കോൺഗ്രസിൻ്റെ കാലത്ത് ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയായിട്ടുള്ള ഹിന്ദു ജനവിഭാഗത്തിൻ്റെ കൂടെ ഞങ്ങൾ താമസിച്ചാൽ, സ്വതന്ത്ര ഭാരതത്തിൽ താമസിച്ചാൽ ഭാവിയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും, ഞങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടാവില്ല, രണ്ടാം തരം പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരും എന്ന് ഭാരതത്തിലെ അന്നത്തെ ഒരു 10-30% ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിൽ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ചിലർ തെറ്റിദ്ധരിപ്പിച്ചു, ജിന്ന ലീഗിൻ്റെ നേതൃത്വത്തിൽ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിനെതിരായിരുന്നെങ്കിലും ഭൂരിപക്ഷ ആളുകൾ, ഇപ്പോൾ നമ്മളെ മലപ്പുറത്ത് ഇന്നത്തെ ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, അന്ന് നമ്മളെ ഈ മുനീറിൻ്റെ വാപ്പയൊക്കെ ഉണ്ടല്ലോ, അയാളടക്കം 10 അണക്കി കത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഒരു മോഷണം ഉണ്ടായി. അതിനുശേഷം ഇന്ത്യ വിഭജിക്കപ്പെട്ടു പോയി. ഇന്ത്യ വിഭജിച്ചു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിന് മുമ്പ് തന്നെ അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു, നമുക്കറിയാം. ഇന്ത്യയോട് വളരെ അടുത്ത് നിന്നിരുന്നൊരു ഇസ്ലാമിക രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ വിഭജിക്കപ്പെട്ടു പോയപ്പോൾ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിന്ദുക്കളായിട്ടുള്ള, ക്രിസ്ത്യാനികളായിട്ടുള്ള, ബുദ്ധരായിട്ടുള്ള, ജൈനരായിട്ടുള്ള, പാർസി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പെട്ടുപോയി, മുസ്ലിങ്ങളല്ലാതെ. ഹിന്ദു ജനസംഖ്യ തന്നെ പാകിസ്ഥാനിൽ 22% ഇന്ന് 1.9% മാത്രമാണ്. അപ്പോൾ അതിനുശേഷം തുടക്കത്തിൽ പാകിസ്ഥാനും ഒരു മതേതര രാജ്യം ആയിരിക്കുന്നു ജിന്നയൊക്കെ പറഞ്ഞെങ്കിലും അതിനുശേഷം അതിൻ്റെ സ്വഭാവം മാറി. അതിൻ്റെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ ബലമായി പിടിച്ചുകൂടി മാനഭംഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒളിച്ചോടി വന്നു. ഇവിടെ ദണ്ഡകാരണ്യ വനത്തിൽ അഭയാർത്ഥിയെ പോലെ 1969 മരണപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ള അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രി. ക്രൂരമായ പീഡനങ്ങൾ അവിടുത്തെ ഹിന്ദു, ജൈന, സിഖ്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അനുഭവിക്കുകയാണ്. ഒരു കുട്ടിക്ക് 11 വയസ്സ് 12 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രായപൂർത്തി ആയി എന്ന് തോന്നുകയാണെങ്കിൽ, അവൾ എന്ന് തോന്നുകയാണെങ്കിൽ, അപ്പോൾ ഒരു മുല്ലേൻ്റെ നേതൃത്വത്തിൽ വരും, ഈ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകും, ബലമായി വിവാഹം കഴിക്കും, മതം മാറ്റും. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഒരു പട ഇളകി വരുന്നത് പോലെ ഇളകി വരിക, അവരാക്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെ അയൽവാസിക്ക് നമ്മളോടൊരു ചെറിയ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളെ നാട്ടിലൊരു തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ സിവിൽ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ അങ്ങനെയല്ല. അവരുടെ മതപുസ്തകത്തിൻ്റെ ഒരു പേജ് കീറി നമ്മളെ പറമ്പിൽ കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ 2 ആൾ സാക്ഷ്യം പറയും. അവിടെ ശരീഅത്ത് നിയമമാണ് നിലവിലുള്ളത്. ശരീഅത്ത് നിയമപ്രകാരം അമുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ സാക്ഷി പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല, രണ്ടാം തരം പൗരന്മാരാണ്. അപ്പോൾ ഒരു മുസ്ലിം പറയുകയാണ് പ്രവാചകനെ അവഹേളിച്ചു എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇളകി വന്ന് അവരുടെ വീടിന് തീയിട്ട്, അങ്ങനെ നരകം പിടിച്ച ജീവിതം. ഒരു മനുഷ്യൻ പുഴുക്കളെ പോലെ ആയി അവിടെ. മുസ്ലിം ഇതര ജനവിഭാഗങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പുഴുക്കളെ പോലെയായി. അപ്പോൾ അവർ ആഗ്രഹിച്ചതല്ല പാകിസ്ഥാനിൽ അകപ്പെടണമെന്ന്, അവരൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ
മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ നേടിയെടുത്തു. പക്ഷെ അവിടെ ജീവിച്ചിരുന്ന ആ മണ്ണിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് നീതി കൊടുക്കാൻ അവർ തയ്യാറായില്ല. ഇന്ത്യക്കാരായിരുന്നു അവരാഗ്രഹിച്ചു കൊണ്ടല്ല അവർ പാകിസ്ഥാനികളായത്. അപ്പോൾ അവരെന്നും ഇന്ത്യക്കാരാണ്. അവർക്ക് പൗരത്വം പോലും കൊടുക്കാതെ നേരിട്ട് പൗരത്വം ലഭിക്കാനുള്ള നിയമമാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഒരു ഇന്ത്യ 2 രാജ്യങ്ങളായാലും രാജ്യാന്തര നിയമങ്ങളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമുക്കത് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ സഹോദരന്മാരാണെന്നുള്ളത് കോൺഗ്രസ്സുകാർ മറന്നുപോയി. നിങ്ങളുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. അത് പറയുന്നില്ല, ആ വാക്കുകൾ പറയുമ്പോഴൊക്കെ മറ്റൊരു രീതിയിൽ വരും. നിങ്ങൾ അവരെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിധിയാണെന്ന് കരുതി അതിനോട് സമരസപ്പെടുക എന്ന് ഗാന്ധിജി വളരെ നിരുത്തരവാദപരമായിട്ട് പറഞ്ഞു. പക്ഷേ ആളുകൾ നമ്മളെ കൊല്ലുമ്പോൾ നമ്മളത് അനുഭവിക്കണം. അങ്ങനെ നമുക്ക് നമ്മളെ സഹോദരന്മാർ അവരുടേതായ കുറ്റം ആയിരുന്നില്ല അത് ഈ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയത്. പക്ഷേ അവരങ്ങനെ ആ ദുരിതത്തിൽ അവരെ തള്ളിവിടാൻ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നിട്ടും നമ്മൾ അതിന് തയ്യാറാകുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ മനുഷ്യരല്ലാതാകുക എന്നുള്ളതാണ്. അവരെ ചേർത്ത് പിടിക്കണം. നമുക്ക് ആ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു നിയമം നമ്മൾ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് എങ്ങനെയാണ് 11 വർഷം വേണം അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പൗരത്വം ലഭിക്കാൻ മറ്റു രാജ്യത്തുള്ളവർക്ക്. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, പാർസി വിഭാഗത്തിൽപ്പെട്ട 6 മതവിഭാഗങ്ങളുടെ ആളുകൾക്ക് അവിടെ ദുരിതം അനുഭവിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ, മതവിവേചനം അനുഭവിക്കുന്ന ആളുകൾക്ക് 6 വർഷമാക്കി കുറച്ചു. അവർ 6 വർഷം ഇന്ത്യയിൽ 11 വർഷം എന്നുള്ളത് 5 വർഷം കുറച്ച് 6 വർഷമാക്കി കൊടുത്തു. 6 വർഷം ഇന്ത്യയിൽ താമസിച്ച് അവർക്ക് പൗരത്വം ആ ഒരു ഇളവ് കൊടുത്തു. ആ കേവലം 11 വർഷം വേണം എന്നുള്ളത് 6 വർഷമാക്കി കുറച്ച് കൊടുത്തു. അതാണ് ഇവിടെ നിന്ന് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നു, പുറത്താക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു അണുവിട പോലും കളവില്ല. കാരണം നമ്മൾക്ക് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം ചെയ്യുന്നവരാണ് നമ്മൾ. പല നഷ്ടങ്ങൾ സഹിച്ചു. അതുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതില്ല. അതാണ് CAA. ആ CAA ആണ് മുസ്ലിങ്ങളെ പുറത്ത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ശ്രീലങ്കയിൽ എന്തുകൊണ്ടില്ല? ശ്രീലങ്കയിൽ വംശീയ കലാപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സിംഹളരും തമിഴരായിട്ടുള്ള ആളുകളാണ്. ഈ തമിഴിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, സിംഹളരിലും ഉണ്ട്. ഇതൊക്കെ ഹിന്ദുവും ബുദ്ധനും ഉണ്ട്, സിംഹളരിലും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു മതപരമായിട്ടുള്ളൊരു സംഘർഷമല്ലായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മതത്തിൻ്റെ പേരിൽ വിഭജിച്ചു പോയതും അല്ല ശ്രീലങ്ക. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീലങ്ക ഇതിൽ ഉൾപ്പെടുത്തായിരുന്നത്. നമുക്കറിയാം, ബാമിയാൻ ബുദ്ധ പ്രതിമകളിൽ വരെ ബോംബ് വെച്ച് തകർത്ത ഒരാളോട് ഒരു മാറിയിരിക്കെന്ന് പറയാത്ത ബുദ്ധരോട് പോലും ക്രൂരത കാണിച്ച ഒരു വിഭാഗമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അപ്പോൾ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഭാരതത്തിൻ്റെ കടമയാണ്. ആ കടമ നമ്മൾ ചെയ്യണം, എന്ത് എതിർപ്പുകളുണ്ടെങ്കിലും. ഇതാണ് CAA. അല്ലാതെ ഒരു വിഭാഗത്തിന്, പിന്നെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടില്ല എന്ന് വയ്ക്കുകയാണെങ്കിൽ 11 വർഷം അവർ കാത്തിക്കണം. അവർക്കും ലഭിക്കും. അവരും പൗരത്വത്തിന് അപേക്ഷിക്കണം. അവർക്ക് ഇളവില്ലാത്തതിന് കാരണം ഇന്ത്യയിൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു രാജ്യം അവർ വാങ്ങിച്ച് നേടിപ്പോയത്. അതുകൊണ്ട് അവർ ഇളവിന് അർഹരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സ്വാഭാവികമായ പ്രക്രിയയിലൂടെ അവർക്ക് 11 വർഷം കാത്തുനിന്ന ഇത് ലഭിക്കും. ഈ ആളുകൾ അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കൊരു 6 വർഷം കുറച്ച് കൊടുക്കും. ഇതാണ് CAA. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ, വോട്ട് ചോദിക്കുമ്പോൾ ഹൃദയം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ 4 വോട്ടിന് വേണ്ടി 30% കേരളത്തിൽ മുസൽമാന്മാരുണ്ട്. അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് നേടാൻ കഴിയുമെന്ന് വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ ഇടതുപക്ഷമാണ്. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പുറകിൽ നടക്കുന്ന പൊട്ടന്മാർ മാത്രമാണ്. ഇടതുപക്ഷം വിഷം കലക്കുകയാണ്. നമുക്കറിയാം, ഒരു സമയത്ത് ഗർഭിണി ശൂലം ഭ്രൂണം എന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത് ഗർഭിണി ശൂലം ഭ്രൂണം പറഞ്ഞിട്ട് ഓരോ കവലകളിലും ഇവർ കവലകളിലും പ്രസംഗിച്ചത് കൊണ്ട് ഇവിടെ SDPI എന്ന് പറയുന്ന ഒരു തീവ്രശക്തി വളരെ വളർന്നു. അവരെ വളർത്തിയത് ഈ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം കലക്കുന്ന വിഷം ഈ നാട്ടിൽ എത്രത്തോളം കലങ്ങുന്നുണ്ടെങ്കിൽ ആ കലങ്ങിയതിനെ തെളിയിക്കാനുള്ള കടമ നമുക്കുണ്ട്. കാരണം ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമാണ് നമ്മളിത് പഠിക്കുക. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് അത് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളായിരിക്കും നമ്മളോട് ഏറ്റവും വലിയ ചോദ്യമായിട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ വരിക. അപ്പോൾ അത് നമുക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഹൃദയം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. വോട്ട് ചോദിക്കുമ്പോൾ ഒരാളുടെ അസ്തിത്വത്തെ നമ്മൾ അവമാനിക്കുന്ന രീതിയിലോ ഒരാളോട് രാഷ്ട്രീയം തർക്കിക്കേണ്ട. നമുക്ക് തർക്കിക്കാൻ ഒന്നുമില്ല, നമുക്ക് രാഷ്ട്രീയം തർക്കിക്കേണ്ട. നമ്മളെ മുമ്പിൽ മോദിജി ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്.
നമ്മൾ ആ ലഘുലേഖ കൊടുക്കുക, അവരോട് ഹൃദയം കൊണ്ട് അവരോട് വോട്ട് ചോദിക്കുക, തിരിച്ചു വരിക, തർക്കിക്കരുത്. അങ്ങനെ ഒരു വാഗ്വാദം വോട്ടർമാരോട് ചെയ്യരുത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ വിഷം കലക്കലിനെ അതിജീവിക്കാൻ മാത്രം നമ്മൾ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്.